നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ്. ലഗ്നവും ചന്ദ്രനും സൂര്യനും ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിന്നാലും ഈ ഫലങ്ങൾ യോജിച്ചു വരുന്നതാണ്. 4 പാദങ്ങളും മീനം രാശിയിലാണ് നിൽക്കുന്നത്. മീനം രാശി വ്യാഴത്തിന്റെ ക്ഷേത്രമാണ്. 1-ാം പാദത്തിൽ ജനിച്ചവർ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കും. 2-ാം പാദത്തിൽ ജനിച്ചവർ ജീവിതത്തിൽ ഓരോ കാര്യത്തെയും വളരെയധികം വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ദുരനുഭവങ്ങളെ മുൻകൂട്ടി അറിയാൻ സാധിക്കും. 3-ാം പാദത്തിൽ ജനിച്ചവർ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. കുടുംബത്തിലും സമൂഹത്തിലും ഐക്യത്തെ നിലനിർത്തി പോകുന്നവരായിരിക്കും. 4-ാം പാദത്തിൽ ജനിച്ചവർ ഇടപെടുന്ന കാര്യങ്ങളിൽ തീവ്രത പ്രകടമായി കാണുന്നു. പൊതുവെ ഉത്രട്ടാതി നക്ഷത്രക്കാർ അന്യനാട്ടിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അന്യനാട്ടിൽ പോയി ജോലി ചെയ്തവർ ജീവിതത്തിൽ വിജയം നേടിയിട്ടുണ്ടാകും. ഭക്ഷണവുമായി ബന്ധപ്പെട്ടതോ ജലമായി ബന്ധപ്പെട്ടതോ ജോലി ചെയ്യുന്നതും നല്ലതാണ്. പുരാണത്തിൽ കാമധേനു പിറന്ന നക്ഷത്രമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യാനും താല്പര്യമുള്ളവരായിരിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് ചോദിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും. സ്വന്തം കാര്യം ചെയ്യാൻ മടിയുണ്ടായാലും മറ്റുള്ളവരുടെ കാര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യും. ജോലിസ്ഥലത്ത് ഉടമസ്ഥൻ പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടും ആത്മാർത്ഥതയോടും ചെയ്തു തീർക്കും. ഒറ്റയാൾ പട്ടാളമായി ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള പ്രാപ്തിയും ഉണ്ടാകും. സാഹചര്യങ്ങൾക്കനുസരിച്ച് പഴയ കൂട്ടുകാരെ ഒഴിവാക്കുകയും പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. പല സന്ദർഭങ്ങളിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ നേടിയെടുക്കും. അതിനാൽ ബിസിനസ് ചെയ്യുന്നത് ഇവർക്ക് ഗുണകരമായിരിക്കും. ചില ആളുകൾ ഇരട്ട ചിന്താഗതി ഉള്ളവരും പതുക്കെ ചിന്തിച്ച് കാര്യം ഗ്രഹിക്കുന്നവരും ആയിരിക്കും. സ്ത്രീകൾക്ക് പാചകത്തിൽ താല്പര്യമുണ്ടാകും. അടുക്കളയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയകളിൽ പാചകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും ഗുണകരമായിരിക്കും. അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്നതും നല്ലതാണ്. ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരും വക്കീൽ ജോലി ചെയ്യുന്നവരും ടീച്ചർ, യോഗ, മരുന്ന്, സംഗീതം, എഴുത്ത് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകും. വെള്ളത്തിനോട് കൂടുതൽ താല്പര്യമുണ്ടാകും. വെള്ളത്തിൽ കളിക്കാനും നീന്താനും വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാനും താല്പര്യം പ്രകടിപ്പിക്കുന്നു. പല കാര്യങ്ങളിലും അന്വേഷണ ത്വര ഉണ്ടാകും. അതിനാൽ പോലീസ്, ഡിറ്റക്റ്റീവ് മേഖലകളിലും ജോലി ചെയ്യുന്നതും നല്ലതാണ്. പങ്കാളികളോടോ മക്കളോടോ അന്വേഷണാത്മക രീതിയിൽ സംസാരിക്കുന്നതിനാൽ ഇവരിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനാൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ സംശയരോഗികളായിരിക്കും എന്നും പറയാറുണ്ട്. ഇവരുടെ പാരമ്പര്യത്തിൽ ചില വിഷയങ്ങളിൽ നല്ല കഴിവും സാമർഥ്യവും ഉള്ളവർ ഉണ്ടായിരിക്കും. ഇവർ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ ഏറ്റവും കഴിവുള്ളവർ ആയിരിക്കും അവർ. പക്ഷേ അവർ അത് ഉപയോഗപ്പെടുത്തില്ല. വളരെ പെട്ടെന്ന് ധനം സമ്പാദിക്കുകയും പെട്ടെന്ന് തന്നെ അത് നശിപ്പിക്കുകയും ചെയ്യും. ചിലർക്ക് അമാനുഷികമായ ശക്തിയിൽ താല്പര്യമുണ്ടാകും. ആ വിഷയത്തിൽ ഏറ്റവും അറിവ് നേടുകയും അതിൽ അഹങ്കരിക്കുകയും ചെയ്യും. മിക്കവരും ആദ്യം ചെയ്തിരുന്ന ജോലി ഉപേക്ഷിച്ച്
മറ്റൊരു ജോലി ചെയ്യുന്നവരായിരിക്കും. രണ്ടാമത്തെ ജോലിയിൽ ഇവർ വിജയിക്കുകയും ചെയ്യും. ബിസിനസ്സിൽ പരാജയം വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് മാറ്റുന്നത് നല്ലതായിരിക്കും. ഭരതനാട്യം പഠിക്കാൻ താല്പര്യമുണ്ടാകും. അതുപോലെ ഗുരുക്കന്മാരോട് നല്ല ബഹുമാനവും ഉണ്ടാകും. എല്ലാ നക്ഷത്രങ്ങൾക്കും പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഫലാനുഭവങ്ങൾ ഉണ്ടാകും. ഗ്രഹനില വിശകലനം ചെയ്യുമ്പോഴാണ് അനുകൂലമോ പ്രതികൂലമോ ആയ അനുഭവങ്ങളെ തിരിച്ചറിയാനാവുക. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പ്രതികൂലമായ ഫലാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാലുമായി, പ്രത്യേകിച്ച് വലത് കാലിന്റെ പാദവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. നട്ടെല്ലിന് താഴെ വേദന, കാലിന് തരിപ്പ്, ദഹനപ്രശ്നം, കഫക്കെട്ട് എന്നിവയും ഉണ്ടാകാം. വാഹനത്തിന്റെ ബ്രേക്ക് മൂലമോ സൈക്കിൾ പെഡൽ മൂലമോ അപകടങ്ങൾ സംഭവിക്കാം. ഒരു കണ്ണിന് എന്തെങ്കിലും പ്രത്യേകതയോ 40 വയസ്സിന് ശേഷം ഒരു കണ്ണിന് കാഴ്ചക്കുറവോ ഉണ്ടാകും. പുരുഷന്മാർക്ക് ഭാര്യ മൂലം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ നക്ഷത്രത്തിലുള്ള ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ വാക്കുകൾ പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാം. എല്ലാ കാര്യങ്ങൾക്കും അന്വേഷണ ത്വര ഉള്ളത് കൊണ്ട് തന്നെ സംശയരോഗം ഉണ്ടാകാം. തെളിവ് സഹിതം സംസാരിച്ചില്ലെങ്കിൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുളിക്കുന്നതിനു വേണ്ടി ധാരാളം ജലം പാഴാക്കും. ചെറുപ്പത്തിൽ കഷ്ടപ്പാട് ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്താൽ പരാജയപ്പെടാം. വിവാഹ നിശ്ചയ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. കുടുംബപരമായി 2 വിവാഹം ചെയ്തവർ ഉണ്ടാകും. നിയമം പഠിക്കാനും അത് പാലിക്കാനും താല്പര്യം ഉണ്ടാകില്ല. അതിനാൽ ട്രാഫിക് നിയമ ലംഘനമോ മറ്റ് നിയമലംഘനമോ മൂലം പ്രശ്നങ്ങൾ അനുഭവിക്കാം. കുടുംബകാര്യം കൈകാര്യം ചെയ്യുന്നത് അമ്മമാരായിരിക്കും. അമ്മയോ അമ്മായിയമ്മയോ പ്രശ്നക്കാരിയായിരിക്കും. 50 വയസ്സിന് ശേഷം തനിയെ ജീവിക്കേണ്ടി വരും. അതുപോലെ വയസ്സാം കാലത്ത് മക്കളെ കുറ്റം പറഞ്ഞ് തന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നവരും ആയിരിക്കും. കേസുമായി ബന്ധപ്പെട്ട് ജയിലിലോ കോടതിയിലോ പോകേണ്ടി വരും. പകൽ ഉറക്കം കൂടുതൽ ആയിരിക്കും. അതിനാൽ രാത്രിയിൽ ചെയ്യുന്ന ജോലി തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ചിലർക്ക് സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകില്ല. വലിയ വീട് കെട്ടിയാലും വാഹനം വാങ്ങിയാലും മറ്റുള്ളവർ അനുഭവിക്കും. ജോലിയുള്ളവർ ജാമ്യം നിന്നാൽ പറ്റിക്കപ്പെടും. അപ്രതീക്ഷിതമായി കിട്ടുന്ന ഭാഗ്യങ്ങളിൽ താല്പര്യമുണ്ടാകും. അതിനാൽ നിധി തേടി പോകുന്നതിൽ താല്പര്യം കാണിക്കും. ഗുരുക്കന്മാരോട് നല്ല ബഹുമാനം കാണിക്കുന്നതിനാൽ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഗുരുക്കന്മാരാൽ ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പെൺകുട്ടികൾ ഗുരുക്കന്മാരുമായി പ്രണയത്തിലാകാൻ സാധ്യത ഉണ്ട്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനമുള്ള വീട്ടിൽ താമസിക്കുന്നത് നല്ലതാണ്. വാസ്തുദോഷം ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. മയിലിന് ഭക്ഷണം ദാനം ചെയ്യുന്നത് നല്ലതാണ്. പശുവിനെ വളർത്തുകയും സംരക്ഷിക്കുകയും ദാനം ചെയ്യുന്നതും നല്ലതാണ്. ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രങ്ങൾ അശ്വതി, കാർത്തിക, മകൈര്യം, മകം, ഉത്രം, ചിത്തിര, മൂലം, ഉത്രാടം, അവിട്ടം എന്നിവയാണ്. ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാടുകൾ നടത്തുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും നല്ലതല്ല. ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങൾ രേവതി, രോഹിണി, പൂരം, അത്തം, ചോതി, അനിഴം, തൃക്കേട്ട, തിരുവോണം, ചതയം, ഉരുട്ടാതി
എന്നിവയാണ്. ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാടുകൾ ചെയ്യുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും ഗുണകരമാണ്. ഗ്രഹനിലയിൽ ഗ്രഹചേർച്ചയ്ക്ക് അനുസരിച്ച് ചില സ്വഭാവങ്ങളിൽ മാറ്റം വരാം. ജാതകം യഥാവിധി വിശകലനം ചെയ്ത് ദോഷങ്ങൾ പരിഹരിക്കാവുന്നതാണ്. നമസ്കാരം.